ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് ബുഷ് ഓറഞ്ച് പറിക്കാം. വിളഞ്ഞ പാകമായത് നോക്കി പറിച്ച് നമുക്ക് ബുഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പറിച്ചെടുക്കാം. ഇത് വിളഞ്ഞതാണ്, ഇതിങ്ങി പറിച്ചെടുക്കാം. വിളഞ്ഞത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്, അതായത് പറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഞെടുപ്പ് മഞ്ഞ കളറായിരിക്കും. ഇനിയും നമുക്ക് വേറെ പറിച്ചെടുക്കാം. വേറെ ഒരു മരത്തിലെ വിളഞ്ഞ പാകമായിട്ടുള്ളത്, വേറൊരു മരത്തിലെ വിളഞ്ഞ് പാകമായിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്പോട്ട മരത്തിൽ നിന്ന് കുറച്ച് സപ്പോട്ടക്ക പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്, അതും കൂടി നമുക്ക് എടുക്കാം. അതിൽ വിളഞ്ഞത് നോക്കി പറിച്ചെടുത്തതാണ്. വിളഞ്ഞതാകുമ്പോൾ അധികം കറ കാണത്തില്ല. നമ്മൾ പറിച്ചും കൊണ്ടുവന്ന ഈ ബുഷ് ഓറഞ്ചും സപ്പോട്ടക്കായും ഇതായിരിക്കുന്നു. ഇനി ഈ ബുഷ് ഓറഞ്ച് കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 3 ബുഷ് ഓറഞ്ച് എടുത്ത് കഴുകിക്കൊണ്ട് വരട്ടെ. ഈ ബുഷ് ഓറഞ്ചിൻ്റെ തൊലി എത്തിയെടുക്കണം നമുക്ക്, കാരണം ഇതിന് ഓറഞ്ചിൻ്റെ തൊലി പോലെ കാണിരിക്കുന്നത്. അന്നേരം നല്ല കാണമാണ് ഇതിൻ്റെ തൊലി, അതുകൊണ്ട് നമുക്ക് തൊലി ചെത്തിയെടുക്കാം. നല്ല കട്ടിയുണ്ട് തൊലിക്ക്. ഓറഞ്ച് പോലൊക്കെ തന്നെയാണ് പുറം കണ്ടു കഴിഞ്ഞാൽ, അകത്ത് ഓറഞ്ചും നാരങ്ങയും ചേർന്ന ഫ്ലേവറാണ്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. തൊലി എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് നമുക്കൊന്ന് മുറിച്ച് കാണാം. ഇതിലെ കുരുവെല്ലാം നമുക്ക് പറ്റുന്നിടത്തോളം തട്ടിക്കളയാം, കാരണം കുരു അരഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് വരും. അത് നാരങ്ങയാണെങ്കിലും ഓറഞ്ചാണെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കുരു അരഞ്ഞാൽ കയ്പ്പുണ്ടാവും. അതുകൊണ്ട് പറ്റുന്നിടത്തോളം കുരു നമുക്ക് തട്ടിക്കളയാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുവിധം കളഞ്ഞ് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതുപോലെ തന്നെ ബാക്കിയുള്ള 2 ബുഷ് ഓറഞ്ചും കൂടെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. നമ്മുടെ ബുഷ് ഓറഞ്ചെല്ലാം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാമേ. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ പൾസ് ചെയ്ത് ബുഷ് ഓറഞ്ച് അരിപ്പയിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അരിച്ചെടുക്കാം നന്നായിട്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴേ ഈ കുരു അരയത്തില്ല, അല്ലെങ്കിൽ കുരു അങ്ങ് അരയും. ഇതിനകത്തെ കുരുവെല്ലാം അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിനകത്തുള്ള ജ്യൂസെല്ലാം നമുക്ക് നമ്മുടെ ചരുവത്തിലോട്ട് ഊറ്റിയെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്ക് വീണ്ടും ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ബ്ലെൻഡറില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട, മിക്സിക്കകത്താണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. നമുക്ക് പൾസ് മോഡിലിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ പഞ്ചസാര ചേർക്കാഞ്ഞത് അതിൻ്റെ അതെല്ലാം അരിച്ച് കളയുമ്പോഴത്തേക്ക് പഞ്ചസാര ഉണ്ടെങ്കിൽ അതിനകത്തൂടെ അങ്ങ് പോകുമല്ലോ, അതുകൊണ്ടാണ് പഞ്ചസാര അന്നേരം ചേർക്കാഞ്ഞത്. ഇനി ഒരു സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ.
ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം പഞ്ചസാരയും കൂടെ ഉണ്ട്, അതുകൂടി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുളിയും ഉപ്പും ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കിയിട്ട്, മധുരമൊക്കെ നോക്കിയിട്ട്, വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മതിയെങ്കിൽ ഇത്രയും വെള്ളം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പും പുളിയും മധുരവും എല്ലാം നല്ല പാകത്തിനുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ ഗ്ലാസ്സിലോട്ട് മാറ്റാം. ബുഷ് ഓറഞ്ച് എല്ലാ നഴ്സറികളിലും ഇപ്പം വാങ്ങിക്കാൻ കിട്ടും. പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാം വർഷം തൊട്ട് ഇത് ഇഷ്ടം പോലെ 12 മാസവും നമുക്ക് ഇഷ്ടം പോലെ പറിക്കാനായിട്ട് പറ്റും. ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കണം. പിന്നെ പറിച്ച് വെച്ച സപ്പോട്ടയ്ക്ക അരിയുടെ പാത്രത്തിൽ കവറിനകത്താക്കി ഇട്ട് വെക്കും. കാരണം അരിപ്പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് ഒരുപോലെ പാകമായിട്ട് നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബുഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് തയ്യാറായി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ചോളെ ഭട്ടൂരയും ബുഷ് ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ്. ചോളെ ഭട്ടൂര ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കി കാണണം, ഉണ്ടാക്കി കഴിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആഹാരവും കോമ്പിനേഷനുമാണിത്.